സർ, മാഡം, ഉം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങളാരാ? എന്താ വേണ്ടത്? മാഡം, എന്റെ പേര് ഗോകുൽ. ഞാൻ മിഷൻ 420 കമ്പനിയിൽ നിന്നാണ് വരുന്നത് മാഡം. എന്താ കാര്യം പറയൂ. മാഡം, ഞങ്ങളിങ്ങനെ ഓരോ വീടുകളിൽ പോയിട്ട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അതിന് കറക്റ്റായിട്ട് മറുപടി പറയുന്നവർക്ക് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുക്കും. ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റായിട്ട് മറുപടി പറയുകയാണെങ്കിൽ നിങ്ങൾക്കും ഗിഫ്റ്റ് കിട്ടും മാഡം. അതെയോ? കറക്റ്റായിട്ട് മറുപടി പറഞ്ഞ എന്ത് ഗിഫ്റ്റ് കിട്ടും? 1000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും മാഡം. ഒരുപക്ഷെ അതൊരു ചെറിയ നോർമൽ ഗിഫ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ കോസ്റ്റ്ലി ആയ ഒരു ഫോൺ ആയിരിക്കാം. എന്തായിരുന്നാലും നിങ്ങൾ പറയുന്ന ആൻസറിനനുസരിച്ച് നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടും മാഡം. അതെയോ? ശരിക്കും പറഞ്ഞിങ്ങനെ ഓരോ വീട്ടിലും പോയിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നത് വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയാണോ മാഡം? ശരി ശരി, വേഗം തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കേ. ഓക്കെ മാഡം. പക്ഷേ ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മുമ്പായിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ വേണം മാഡം. ഡീറ്റെയിൽസോ? എന്ത് ഡീറ്റെയിൽസാ വേണ്ടേ? നിങ്ങളുടെ പേരെന്താന്ന് പറയൂ മാഡം. എന്റെ പേര് ഹരിണി എന്നാ. നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഞാനൊരു IT കമ്പനി ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ മാഡം. നിങ്ങളുടെ മന്ത്ലി സാലറി എത്രയാണ്? എന്റെ ഒരു മാസത്തെ സാലറി 1 ലക്ഷം രൂപയാണ്. ഓക്കെ അടുത്ത ചോദ്യം എന്താ? മാഡം, ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് മാഡം എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. എന്നാ ശരി, ചോദിക്കേ. നിങ്ങൾക്ക് ബാങ്കിൽ എന്തെങ്കിലും സേവിങ്സ് ഉണ്ടോ? ഇക്കാലത്ത് ആർക്കെങ്കിലും സേവിങ്സ് ഇല്ലാതിരിക്കോ? നിങ്ങൾക്ക് ബാങ്കിൽ എത്ര സേവിങ്സ് ഉണ്ട്? എന്റെ ബാങ്കില് സേവിങ്സ് ഏകദേശം 10 മുതൽ 15 ലക്ഷം വരെ ഉണ്ടാവാറുണ്ട്. അത് മാത്രമല്ല, സിറ്റിയിൽ എന്റെ പേരിൽ ഒരു ലാൻഡും ഉണ്ട്. ജോൾസ് കൂടി ഞാൻ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഓ, അങ്ങനെയാണോ? ഇത് മതിയോ? ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണോ? അത്രയും മതി മാഡം. ഇപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ തുടങ്ങിയാലേ മാഡം? തുടങ്ങിക്കോളൂ, വേഗം ചോദിക്കേ. ഓരോ വർഷത്തിലും ആദ്യത്തെ 3 മാസങ്ങൾ വരില്ലേ, ആ 3 മാസങ്ങളുടെ പേരെന്ന് പറയാമോ മാഡം? അത്രേ ഉള്ളോ? ജനുവരി, ഫെബ്രുവരി, മാർച്ച്. സൂപ്പർ, നിങ്ങൾ ഗ്രേറ്റ് ആണ് മാഡം. കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത് മാഡം. നിങ്ങൾക്കിതിന് 50 മാർക്ക് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മാഡം. നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ നെയിം എന്താണെന്ന് പറയാമോ മാഡം? നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റൽ ന്യൂഡൽഹി. വാവ്, സൂപ്പർ മാഡം. കറക്റ്റ് ആൻസർ ആണ് മാഡം. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. ഞാൻ ചോദിച്ച 2 ചോദ്യങ്ങൾക്കും കറക്റ്റ് ആൻസർ പറഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് തരാൻ പോകുന്നതെന്ന് അറിയാമോ? എന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നേ? ഞാൻ നിങ്ങൾക്ക് എന്ത് ഗിഫ്റ്റാണ് തരാൻ പോകുന്നതെന്ന് പറയൂ മാഡം. നിങ്ങൾ എന്ത് ഗിഫ്റ്റാ തരാൻ പോകുന്നെന്ന് എനിക്കെങ്ങനെ അറിയാനാ? നിങ്ങൾക്കിപ്പോ ഹാർട്ട് അറ്റാക്ക് വരാൻ പോവാ. നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്ന സർപ്രൈസ് ഗിഫ്റ്റ് ഈ കോസ്റ്റ്ലി ഫോൺ. എന്റെ അമ്മേ, വാ, ശരിക്കും ഇത് എനിക്കാണോ? എനിക്ക് ഭയങ്കര സന്തോഷായി. ഇത് വാങ്ങിച്ചു മാഡം. വളരെ നന്ദിയുണ്ട് കേട്ടോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. എങ്ങനെ ഇത്ര വലിയ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ പറ്റുന്നു? എന്നോട് ചോദിച്ച 2 ചോദ്യങ്ങൾ ഈസി ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് മറുപടിയും പറയാൻ പറ്റി. ഇതിനൊക്കെ പോയിട്ട് ഇത്രയും വലിയ കോസ്റ്റ്ലി ഗിഫ്റ്റ് അതിശയമായിട്ടുണ്ട്. ഓക്കെ മാഡം, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് കോസ്റ്റ്ലി ഫോൺ തന്നില്ലേ മാഡം? എന്നെ അകത്തേക്ക് വിളിച്ച് ഒരു ചായയോ കാപ്പിയോ എന്തെങ്കിലും തരാൻ പറ്റില്ലേ മാഡം? സോറി, അകത്തേക്ക് വാ. താങ്ക് യു മാഡം. വരൂ, ഇവിടെ ഇരിക്കും. ഇത് കുടിച്ചോളൂ. താങ്ക്സ് മാഡം. ഓക്കെ മാഡം, ഈ ഫോൺ ഇന്ന് മുതൽ തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിക്കോളൂ. ശരി, വളരെ നന്ദിയുണ്ട് കേട്ടോ. സാരമില്ല മാഡം, ഞാൻ ഇറങ്ങാണേ. ഓക്കെ, താങ്ക് യു. എന്റെ അമ്മ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ശരിക്കും എനിക്ക് ലക്കി ഡേയാ. എന്തായാലും ശരി, ഇപ്പൊ തന്നെ പഴയ ഫോണിലെ സിം എടുത്ത് ഇതിലേക്ക് മാറ്റിയിടാം. പുറത്തു പോകുമ്പോ ഈ ഫോൺ എടുത്ത് ഗമ കാണിക്കാലോ. എല്ലാവരും എന്റെ ഫോൺ കണ്ടിട്ട് അതിശയപ്പെടാൻ പോവാ. പെട്ടെന്ന് തന്നെ ഈ ഫോണിൽ സിം ഇട്ടിട്ട് ആക്ടിവേറ്റ് ആക്കിയിട്ട് ഈ ഫോണിന് മുതൽ യൂസ് ചെയ്യാം.
ഇപ്പൊ തന്നെ സിമ്മ് മാറ്റാം. അങ്ങനെ ഞാനും ഇന്നു മുതൽ എല്ലാവരെയും പോലെ കോസ്റ്റ്ലി ഫോൺ യൂസ് ചെയ്യാൻ പോവുകയാണ്. എന്താ ഇത്? ഓൺ ചെയ്ത ഉടനെ മെസ്സേജ് ആണല്ലോ. എന്താ ഇത്? ഇത് OTP നമ്പർ ആണല്ലോ. പഴയ മെസ്സേജ് ആയിരിക്കും. ഈ ഫോൺ എനിക്ക് ഗിഫ്റ്റായി കിട്ടിയത് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഫോൺ ചെയ്ത് പറഞ്ഞ് പൊങ്ങച്ചം കാണിക്കാം. ആദ്യം ആ നിരഞ്ജനെ ഫോൺ ചെയ്ത് പറയണം. എന്റെ മുമ്പിൽ ഇതുപോലുള്ള ഫോൺ കാണിച്ച അവള് ഭയങ്കര ഗമ കാണിച്ചില്ലേ? ഇപ്പൊ ഞാൻ ഈ ഫോണിന്റെ കാര്യം പറയുമ്പോ അവളും അസൂയപ്പെടട്ടെ. നിരഞ്ജനയ്ക്ക് കോൾ ചെയ്താലോ? ഇല്ലെങ്കി വേണ്ട. വേറെ ആരെയും ഇപ്പൊ വിളിക്ക? വാട്സാപ്പിൽ ഈ ഫോൺ വാങ്ങിച്ച കാര്യം സ്റ്റാറ്റസ് ഇട്ട് വെക്കാം. എന്റെ ഈ സ്റ്റാറ്റസ് എല്ലാവരും കണ്ടിട്ട് അസൂയപ്പെടട്ടെ. എന്താ ഇത്? എന്റെ അക്കൗണ്ടിൽ നിന്നും 1 lakh എടുത്തമാര് മെസ്സേജ് വന്നല്ലോ. അയ്യോ, 2 lakhs എടുത്ത പോലെ മെസ്സേജ് വന്നല്ലോ. അയ്യോ, എന്താ ഇത്? കണ്ടിന്യൂസ് ആയിട്ട് എന്റെ അക്കൗണ്ടിൽ നിന്ന് പണം പോകുന്ന പോലെ മെസ്സേജ് വരുന്നുണ്ടല്ലോ. അയ്യോ, എന്താ ഇത്? കണ്ടിന്യൂസ് ആയിട്ട് 2 lakhs, 3 lakhs, 4 lakhs ഇങ്ങനെ പണം ഡെബിറ്റ് ആവുന്ന പോലെ മെസ്സേജ് വരുന്നുണ്ടല്ലോ. അയ്യോ, വീണ്ടും 1 lakh ഡെബിറ്റ് ആയിരിക്കുന്നു. അയ്യോ, വീണ്ടും 9 lakhs ഡെബിറ്റ് ആയിരിക്കുന്നു. വീണ്ടും 1 lakh ഡെബിറ്റ് ആയിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? അയ്യോ, ഇതിങ്ങനെ പോയി ശരിയാവില്ല. ഉടനെ നമ്മുടെ ബ്രാഞ്ചിൽ ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യണം. ഹലോ. ഹലോ, നമസ്കാരം സർ. നമസ്കാരം മാഡം, പറയ്. സർ, ഓക്കെ ബാങ്ക് അല്ലേ ഇത്? അതെ മാഡം, പറയ്. സാർ, ഇത് കലൂര് ബ്രാഞ്ച് അല്ലേ? അതെ മാഡം. സാർ, ഈ ബാങ്കിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത്. ഓ, അങ്ങനെയാണോ? പറയൂ മാഡം. സാർ, എന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെയോ മാഡം? നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് ഹരിണി എന്നാ. നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിന്റെ അവസാനത്തെ 4 ഡിജിറ്റുകൾ പറയൂ. 2375 സാർ. ഒരു മിനിറ്റ് ലൈനിലിരിക്കെ. അതെ, നമ്മുടെ ബാങ്കിൽ SB അക്കൗണ്ട് ഉണ്ട്. പറയൂ മാഡം, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്ത് ഹെൽപ്പ് ചെയ്യണം? എന്റെ അക്കൗണ്ടിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് പണം ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുക സാർ. ഇപ്പോൾ വരെയും 10 lakhs ഡെബിറ്റ് ആയി കഴിഞ്ഞു. എന്താ പ്രശ്നമെന്ന് നോക്കിയിട്ട് പറയാമോ സാർ? മാഡം, ഒരു 2 നിമിഷം വെയിറ്റ് ചെയ്യ്. സിസ്റ്റത്തില് ചെക്ക് ചെയ്തിട്ട് ഞാൻ തന്നെ നിങ്ങളെ വിളിക്കാം. പെട്ടെന്ന് വിളിക്കണേ സാർ. ഹലോ സാർ. ഹലോ മാഡം, നിങ്ങൾ പറയുന്നത് പോലെ ഏതോ ഒരു അക്കൗണ്ടിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മണി ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. എന്തു പറ്റി മാഡം? നിങ്ങളെ പൈസ അയച്ചിട്ടില്ലേ? ഇല്ല സാർ, അത് ഓട്ടോമാറ്റിക്കലി ഡെബിറ്റ് ആകുന്നതാ. ഞാൻ പഴയ ഫോണിൽ നിന്നും പുതിയ ഫോണിലേക്ക് സിം മാറ്റിയിട്ടുടനെ അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആകുന്ന പോലെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് സാർ. അങ്ങനെയാണോ മാഡം? നിങ്ങളുടെ പുതിയ ഫോണിൽ പഴയ സിം പോട്ടത് മുതൽ പണമെല്ലാം ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണോ മാഡം? അതെ സാർ. അങ്ങനെയാണോ? നിങ്ങൾ ആ ഫോണ് വാങ്ങിയതാണോ അതോ ആരെങ്കിലും തന്നതാണോ? വാങ്ങിയതാണ് സാർ. എന്താ സാർ ഇപ്പൊ അതൊക്കെ ചോദിക്കേണ്ട കാര്യം? ഇങ്ങോട്ട് നോക്ക് മാഡം, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കറക്റ്റായിട്ട് മറുപടി പറയണം. ഓക്കെ? നിങ്ങൾ പുതിയ ഫോൺ വാങ്ങിയതാണോ അതോ ആരെങ്കിലും നിങ്ങൾക്ക് തന്നതാണോ? അത് പിന്നെ സാർ. മറയ്ക്കാതെ പറയൂ മാഡം. നിങ്ങൾ പറഞ്ഞാലേ എന്നെ കൊണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റൂ. രാവിലെ ഒരാൾ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് 2 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അതിന് ഞാൻ കറക്റ്റ് ഉത്തരം പറഞ്ഞതുകൊണ്ട് ഒരു കോസ്റ്റ്ലി ഫോൺ എനിക്ക് ഗിഫ്റ്റ് തന്നു സാർ. അതിനുശേഷം ഞാൻ എന്റെ പഴയ ഫോണിൽ നിന്ന് സിം എടുത്ത് പുതിയ ഫോണിലേക്ക് ഇട്ടു സാർ. സിം മാറ്റിയതിനു ശേഷം എന്റെ അക്കൗണ്ടിൽ നിന്നും പണം ഡെബിറ്റ് ആയിക്കൊണ്ടിരിക്കുവോ സാർ. ഓക്കെ മാഡം, എന്താ നടന്നതെന്ന് എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. എന്താ സാർ? ഡീറ്റെയിൽ ആയിട്ട് പറ. നിങ്ങൾക്ക് രാവിലെ ഗിഫ്റ്റ് എന്നും പറഞ്ഞൊരു ഫോൺ കിട്ടിയില്ലേ? അയാള് പക്കാവ ക്രിമിനലാ പ്ലാൻ ചെയ്ത് ആ ഫോൺ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നിരിക്കാം മാഡം. എന്താ സാർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്ന് വിശദീകരിച്ച് പറ സാർ. മാഡം, നിങ്ങൾക്ക് രാവിലെ ഒരാള് നിങ്ങൾ ഗിഫ്റ്റിൽ ജയിച്ചെന്നും പറഞ്ഞൊരു ഫോൺ തന്നില്ലേ? അത് പുതിയ ഫോണൊന്നും അല്ല മാഡം.
അതൊരു ഹാക്കിംഗ് ഫോൺ. നിങ്ങൾ സിം അതിൽ മാറ്റിയിട്ട ഉടനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായി സംബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, OTP ഇതെല്ലാം നിങ്ങൾ സിം ഇട്ട് ആക്ടിവേറ്റ് ചെയ്ത ഉടനെ അവന്റെ കൺട്രോളിലേക്ക് പോയി. നിങ്ങളുടെ OTP അവന്റെ സിസ്റ്റത്തിലേക്ക് പോയതുകൊണ്ട് അവൻ നിങ്ങളുടെ അക്കൗണ്ടിലിരുന്ന് ഈസി ആയിട്ട് പണം അടിച്ചു മാറ്റി. അങ്ങനെയാണ് സാർ. അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യാ സാർ? നിങ്ങൾ പേടിക്കാതിരിക്കെ, ഞാൻ ഉടനെ നിങ്ങൾ അക്കൗണ്ട് ഫ്രീസ് ചെയ്ത് ട്രാൻസാക്ഷൻ സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ ഒട്ടും താമസിക്കാതെ ഉടനെ തന്നെ നമ്മുടെ ബ്രാഞ്ചിലേക്ക് വന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുത്തേക്ക്. അതേപോലെ സൈബർ ക്രൈമിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തേക്ക്. നിങ്ങൾക്ക് ബാങ്കിന്റെ ഭാഗത്തിരുന്ന് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം മാഡം. ഓക്കെ അല്ലേ? ഓക്കെ സാർ, ഉടനെ തന്നെ അക്കൗണ്ട് ഫ്രീസ് ചെയ്യൂ സാർ. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ബാങ്കിൽ വന്ന് കംപ്ലൈന്റ് ലെറ്റർ എഴുതി തരാം സാർ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സൈബർ ക്രൈമിലും പോയിട്ട് കംപ്ലൈന്റ് കൊടുക്കാം സാർ. ഓക്കെ മാഡം, ഒന്ന് പെട്ടെന്ന് വരൂ. ശരി സാർ, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ. ഉം. അയ്യോ, കോസ്റ്റ്ലി ഫോൺ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോ ഞാൻ ഒരുപാട് സന്തോഷിച്ചു. എന്റെ അക്കൗണ്ടിൽ നിന്ന് മുഴുവൻ പണം അടിച്ചു മാറ്റി കളഞ്ഞല്ലോ. എല്ലാം ഈ ഫോൺ കാരണ. ആദ്യം തന്നെ ഈ ഫോണിൽ നിന്ന് സിം എടുത്ത് പഴയ ഫോണിലേക്ക് സിം മാറ്റിയിടാം.